നമസ്കാരം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2017 ആണ്ടിൽ 2015-16 കാലങ്ങളിൽ ചില തുടങ്ങി വെച്ചതായിട്ടുള്ള കർമ്മ മേഖലകൾക്ക് പൂർത്തീകരണം വന്നു ചേരുവാനും അതിൽ നിന്നും ആദായം സ്വല്പം കണ്ടു തുടങ്ങുവാനും യോഗമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ തന്നെ സ്വല്പം അനുഭവപ്രാപ്തി ഉണ്ടാകുമെങ്കിലും ഈ വരുന്ന ഏപ്രിൽ മാസം മുതൽ അതൊരു പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുവാനും അതിൽ നിന്ന് സാമ്പത്തിക വരുമാനം വർദ്ധിക്കുവാനും യോഗമുണ്ട്. തന്മൂലം ഒരു 2 വർഷത്തേക്ക് അനിഷ്ടമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ചിന്തകളെയും ഒഴിവാക്കി വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടി 2 കൊല്ലത്തേക്ക് നിവർത്തിക്കാൻ തക്കവണ്ണമുള്ള പല വിധത്തിലുള്ള കർമ്മ പദ്ധതികൾക്കും തുടക്കം കുറിക്കുവാനും അതിൽ നിന്നും വേണ്ട വിധത്തിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും. തന്മൂലം നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് പണി ചെയ്തു വരുന്ന ഗൃഹം 2018 ആണ്ടിലോ 2019 ആണ്ടിലോ പൂർത്തീകരിക്കത്തക്ക വിധത്തിലുള്ള വലിയ ഗൃഹത്തിന് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും മാസഗഡുക്കളായിട്ട് അതിനുവേണ്ടി പണം നൽകുവാനും തീരുമാനിക്കും. ഔദ്യോഗികമായിട്ടുള്ള അധികാരപരിധി വർദ്ധിക്കുന്നത് ആത്മാർത്ഥമായി ഏറ്റെടുക്കുവാനുള്ള യോഗമുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ആവിഷ്കരിക്കുന്ന കാര്യങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കണ്ടു തുടങ്ങുവാനുള്ള യോഗം കാണുന്നു. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. നിലവിലുള്ള ഭൂമിയോ ഗൃഹമോ വരുന്ന തലമുറയിലുള്ളവർക്ക് രേഖാപരമായി നൽകുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുന്നത് വഴി മാനസികമായിട്ടുള്ള വിഭ്രാന്തിക്ക് കുറവ് തോന്നും. ആത്മീയ ചിന്തകളിൽ അഥവാ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് വഴി വിപരീതമായിട്ടുള്ള ചിന്തകളെ ഒഴിവാക്കുവാൻ സാധിക്കും. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി മാതൃകാപരമായും ഉപകാരപ്രദമായി തീരുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. നിഷിദ്ധമായിട്ടുള്ള പലവിധത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ആത്മാർത്ഥമായ സുഹൃത്തുക്കളെ രക്ഷിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് മനസ്സമാധാനത്തിനും കൃതാർത്ഥതയ്ക്കും വഴിയൊരുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ദൂരദേശവാസത്തോടു കൂടിയതായിട്ടുള്ള ഉദ്യോഗമാറ്റം ഒരു പക്ഷെ വേണ്ടെന്ന് വയ്ക്കുവാനും സുഹൃത്ത് തുടങ്ങുന്നതായിട്ടുള്ള പല കർമ്മ പദ്ധതികൾക്കും ഒരു മേലധികാരി സ്ഥാനത്തോടുകൂടി സർവാധികാരി സ്ഥാനത്തോടുകൂടി ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരുവാനുള്ള യോഗമുണ്ട്. കലാകായിക മത്സരങ്ങളിലും സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും സെപ്റ്റംബർ മാസം മുതൽ അനുകൂലമായ വിജയം കൈവരിക്കും. തൊഴിൽ മേഖലകളോടനുബന്ധമായി മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഉദര നീർദോഷ വാതരോഗ പീഡകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധരീതിയും പ്രാണായാമവും യോഗാഭ്യാസവും ഒക്കെ ശീലിച്ചുകൊണ്ട് ആരോഗ്യം നിലനിർത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സാഹസ പ്രവൃത്തികളിൽ നിന്നും ഈ വർഷം പിന്മാറുന്നത് നന്നായിരിക്കും. നിശ്ചയിച്ച പല കാര്യങ്ങൾക്കും സ്വല്പം മാർഗതടസ്സങ്ങൾ പ്രാരംഭത്തിൽ അനുഭവപ്പെടുമെങ്കിലും അന്തിമ നിമിഷത്തിൽ അന്തിമമായിട്ട് ശുഭപരിസമാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുന്നത് വഴി വളരെ കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. പൊതുവെ മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2017 ആണ്ടിലും 2018 ആണ്ടിലും ഗുണകരമായിട്ടുള്ള ഏതൊരു കാര്യവും അനുഭവത്തിൽ വന്നു ചേരുവാനുള്ള യോഗമുള്ളതിനാൽ 2 വർഷത്തേക്കുള്ള പലവിധത്തിലുള്ള പദ്ധതികളിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് ഗുണകരമായി തീരും. കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ 2 വർഷം അനുഭവിച്ചു വന്നിരുന്ന അനിഷ്ടാവസ്ഥകളെല്ലാം പരിഹരിച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ വന്നു ചേരുവാനും മകയിരം നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. നമസ്കാരം.